വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ആകാശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ ഒരു വിധാനമുണ്ടാകട്ടെ, അത് വെള്ളത്തിനും തമ്മിൽ വേർപിരിവായിരിക്കട്ടെ എന്ന് കൽപ്പിച്ചു. നീലാകാശത്തിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. സ്വർഗത്തിൽ നമ്മോടുള്ള സമൃദ്ധമായ സ്നേഹത്തോടെ നമ്മുടെ പിതാവായ ദൈവം നമുക്കുണ്ട്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവായ യേശുവിന്റെ കൃപയാൽ സമൃദ്ധമായി നമുക്കുണ്ട്. അവിടെയാണ് നമുക്ക് നമ്മുടെ ശാശ്വത ഭവനങ്ങൾ ഉള്ളത്. ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ അവിടെ എഴുതിയിരിക്കുന്നു. നമുക്ക് ജീവന്റെ നശ്വരമായ കിരീടവും മഹത്തായ അവകാശവും ഉണ്ട്. ഉന്നതമായ ആത്മീയ ജീവിതത്തെയാണ് ഉറപ്പ് സൂചിപ്പിക്കുന്നത്. ആകാശത്തിലേക്ക് നോക്കുമ്പോൾ മേഘസ്തംഭമായ ഇസ്രായേൽ ജനത്തിന് മുൻപിൽ നടന്ന നമ്മുടെ കർത്താവിനെ നോക്കുക. നാം ആകാശത്തിലേക്ക് നോക്കുമ്പോൾ പിതാവായ ദൈവത്തിങ്കിലേക്ക് സ്വർഗത്തിലേക്ക് കയറിയ പുത്രനായ യേശുക്രിസ്തുവിനെ നാം ഓർക്കുന്നു. നാം ആകാശത്തിന്റെ വിശാലമായ വിസ്തൃതിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ സൃഷ്ടിപരമായ ശക്തികൾക്കായി നാം ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. എഫേസ്യർ 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു എന്ന്. എഫേസ്യർ 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നും കാണാൻ കഴിയുന്നു. ദാവീദ് രാജാവ് സ്വർഗത്തിലേക്ക് നോക്കി അവന്റെ ഹൃദയം ദൈവസ്തുതികളാൽ നിറഞ്ഞു. അവൻ പറയുന്നു: യഹോവയെ സ്തുതിപ്പീൻ, അവനെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ എന്ന്. ഇത് സങ്കീർത്തനം 150-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് സങ്കീർത്തനം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വർഗീയ ആകാശത്തിന്റെ വിശാലമായ വിസ്തൃതിയും അതിന്റെ സൗന്ദര്യവും സൃഷ്ടാവായ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും നമ്മെ സഹായിക്കുന്നു. മിന്നലുകൾ ആകാശത്തുകൂടെ ഓടുകയും ഇരുണ്ട ആകാശത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ഇടിമുഴക്കം മുഴക്കി യഹൂദയിലെ രാജാവ് എന്നേക്കും ജീവിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങളോട് പ്രഖ്യാപിക്കുന്നു. കർത്താവ് ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ ആകാശത്ത് വിടർത്തി നമ്മോടുള്ള അവന്റെ സ്നേഹം വെളിപ്പെടുത്തി. വിശുദ്ധ ഗ്രന്ഥം ദാനിയേൽ 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ, എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും എന്ന് കാണാൻ കഴിയുന്നു. നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ എപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി സ്വർഗീയ ദർശനത്തോടെ നിങ്ങളുടെ ജീവിതം നയിക്കണം. അപരിചിതരും പരദേശികളുമായി ഈ ലോകത്തിലൂടെ കടന്നു പോകണം. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഫിലിപ്പിയർ 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പിതാവ് സ്വർഗത്തിലാണെന്ന് മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യത്തിലും നമ്മുടെ കർത്താവായ യേശു അവിടെ ഉണ്ടെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 31-ാം വാക്യത്തിലും നമ്മുടെ വാസസ്ഥലം അവിടെയാണെന്ന് യോഹന്നാൻ 14-ാം അധ്യായം 2-ാം വാക്യത്തിലും നമ്മുടെ പേരുകൾ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ലൂക്കോസ് 10-ാം അധ്യായം 20-ാം വാക്യത്തിലും ഫിലിപ്പിയർ 4-ാം അധ്യായം 3-ാം വാക്യത്തിലും നമ്മുടെ ജീവിതം അവിടെ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു എന്ന് കൊലോസ്യർ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം കൊലോസ്യർ 3-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 2 രാജാക്കന്മാർ 10, 11, 12 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 1-ാം അധ്യായം 29 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.